ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ നീലമാധവ് സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ ഡെയിലി ഉള്ള ഭഗവത്ഗീത ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യത്തെ 10 ശ്ലോകം, അതായത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ ആദ്യത്തെ ചാപ്റ്ററിൽ അവിടെ തയ്യാറെടുപ്പുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തത് ദുര്യോധനന്റെ സംസാരം തുടങ്ങുന്ന സമയത്തായിരുന്നു. ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് ദുര്യോധനൻ ഇങ്ങനെ പറയുന്നു എന്ന്. അതിനുശേഷമുള്ള 10 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ദുര്യോധനന്റെ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ രാജ്യതന്ത്രത്തിന്റെ പ്രവർത്തനമായിരുന്നു, അല്ലെങ്കിൽ പ്രദർശനമായിരുന്നു. ദുര്യോധനൻ എങ്ങനെയുള്ള രാജ്യതന്ത്രജ്ഞനാണ്, വളരെ വിദഗ്ധനായിട്ടുള്ള, വാഗ്മിയായിട്ടുള്ള, ഭയങ്കര എല്ലാവരെയും സംസാരം കൊണ്ട് വീഴ്ത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് ആർക്കുള്ളത്? ദുര്യോധനനുള്ളത്. അപ്പോ ദുര്യോധനന്റെ ആ ഒരു വാഗ്മിത്വമാണ് ആദ്യത്തെ എവിടെ കാണുന്നത്. നമ്മൾ കണ്ടു അത് എന്തിനാണ് അങ്ങനെ സഞ്ജയൻ ദുര്യോധനനെ കുറിച്ച് പറയുന്നത്. കാരണം ഭഗവത്ഗീതയിൽ അവിടെ ദുര്യോധനൻ മാത്രമല്ലല്ലോ, അവിടെ കൃഷ്ണനും അർജുനനും ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ടും സഞ്ജയൻ എന്തുകൊണ്ടാണ് ദുര്യോധനനെ പറ്റി പറഞ്ഞു തുടങ്ങിയത്? അത് ധൃതരാഷ്ട്രരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് അവിടെ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആരാണ്? ദുര്യോധനനാണ്. അപ്പൊ ദുര്യോധനന് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാനായിരിക്കും ആഗ്രഹം. അതുകൊണ്ടാണ് മാമക പാണ്ഡവശ്ചൈവ കിം അകൂർവത സഞ്ജയ എന്ന ഒരു ഓപ്പൺ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഉത്തരമായി സഞ്ജയൻ ദുര്യോധനന്റെ കാര്യം പറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മൾ പല യോദ്ധാക്കളെയും പരിചയപ്പെട്ടു ദുര്യോധനന്റെ വാക്കുകളിൽ കൂടെ. അവസാനം കഴിഞ്ഞ ശ്ലോകത്തിൽ, അതായത് 1:10 ഭീഷ്മ പിതാമഹന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഭഗവത്ഗീതയിൽ. അതായത് ഭീഷ്മദേവനാണ് ഈ ഒരു കൗരവ സൈന്യത്തിന്റെ സൈന്യാധിപൻ. അപ്പോ ആ ഭീഷ്മദേവനെ എന്ത് ചെയ്യണം? ആ ഭീഷ്മദേവൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ദ്രോണാചാര്യരുടെ അടുത്ത് എന്ത് പറയുകയാണ്? ദുര്യോധനൻ സംസാരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഭഗവത്ഗീത 1:11. ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണ്. നമുക്കറിയാം, ഈ പറയുന്ന ശ്ലോകങ്ങളിൽ ഒന്നും അതിന്റെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഫിലോസഫി അല്ലെങ്കിൽ അതിൽ വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു തത്വജ്ഞാനം എന്ന് പറയുന്നത് വെറും ശ്ലോകങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ അതിനകത്ത് കടന്ന് അതിന്റെ അകത്തേക്ക് ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രത്യേക ശ്ലോകത്തില് ദുര്യോധനൻ എന്ന വ്യക്തിയുടെ ചിന്താശക്തി, ദുര്യോധനൻ എന്ന വ്യക്തിയുടെ വാഗ്മിത്വം, ദുര്യോധനൻ എന്ന വ്യക്തിയുടെ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ ചെയ്യാനുള്ള കഴിവ്, ഇതിനെല്ലാം കാണുന്ന അവസാനത്തെ ശ്ലോകമാണ്. ഇതിനുശേഷം കുരുക്ഷേത്ര യുദ്ധഭൂമിയില് ഈവന്റ്സ്, അതായത് സംഭവങ്ങൾ തുടങ്ങുകയാണ്. ഭീഷ്മ പിതാമഹൻ തന്റെ സിംഹനാദം വിനദ്യോച്ചൈ എന്ന് പറയുന്ന ഭയങ്കര സിംഹനാദം മുഴക്കുന്നത് പോലെയുള്ള ഒരു ശംഖം കൊണ്ട് ദുര്യോധനന്റെ വാക്കുകളെ അവിടെ ഖണ്ഡിക്കും. അത് ആ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ കൊണ്ടാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഭഗവത്ഗീത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം, ഭഗവാനെയും ഗുരുവിനെയും പ്രണമിക്കാൻ വേണ്ടിയിട്ട്. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, ജമുനാ തീര വനചാരി, ജമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം ജയ ഗോരാനിതായ് ജയ ഗോരാനിതായ് ഗോരാനിതായ് ജയ ഗോരാനിതായ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് എന്താണ് ദുര്യോധനൻ ഇത്രയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. അതായത് നമ്മുടെ ബലം എന്ന് പറയുന്നത് ഭീഷ്മദേവനാൽ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, അത് അളവില്ലാത്തതാണ്. പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. എന്നാൽ പാണ്ഡവരുടെ ആവട്ടെ ആ ബലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈന്യം എന്ന് പറയുന്നത് അളവ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള, അതായത് നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണ്, ഭീമനാൽ രക്ഷിക്കപ്പെടുന്നതാണ് അത് എന്ന്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഭീഷ്മരെ അവിടെ വളരെ നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ് ആര്? ഭീഷ്മർ എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം 1:11. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. എന്താണ് പറയുന്നത്? അയനേഷു ച സർവേഷു, നിങ്ങൾ എല്ലാവരും. ബാക്കിയുള്ള യോദ്ധാക്കളോടെല്ലാം പറയുകയാണ് നിങ്ങൾ എല്ലാവരും. അപ്പോ ആരാണ് അവിടെ? ദ്രോണാചാര്യരും ഭീഷ്മ പിതാമഹനും മാത്രമല്ല, ഒരുപാട് പേരെടുത്ത് ദുര്യോധനൻ പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കർണനും, ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ, അങ്ങനെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു. ഇനി പേരെടുത്ത് പറയാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. അപ്പം അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വളരെ വാഗ്മിയായിട്ട് വളരെ ചിന്തിച്ച് ആലോചിച്ച് ദുര്യോധനൻ പറയുകയാണ് അയനേഷു ച സർവേഷു, നിങ്ങൾ എല്ലാവരും അവരവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് യഥാഭാഗം അവസ്ഥിതഃ, ഏത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണോ സ്ട്രാറ്റജിക് പോയിന്റ്സിലാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഭീഷ്മം ഏവ അഭിരക്ഷന്തു, നമ്മൾ ആരെയാണ് രക്ഷിക്കേണ്ടത്? ഭീഷ്മദേവനെയാണ് സംരക്ഷിക്കേണ്ടത്. ഭവന്ത, അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഭവന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ ഏവ ഹി, നിങ്ങൾ എല്ലാവരും. എന്താണ് ഭവന്തയുടെ ഉദ്ദേശം? ഭവന്ത എന്ന് പറഞ്ഞാൽ നമ്മള് ഹിന്ദിയില് നമ്മൾ എന്താണ് മലയാളത്തില് താങ്കൾ എന്ന് പറയും. അതിന്റെ എന്താണ് പ്ലൂറൽ എന്താണെന്ന് അറിയില്ല. നിങ്ങൾ എന്ന് നമ്മൾ ബഹുമാനത്തോടെ പറയുന്നത് പോലെ അതാണ് ഈ ഭവന്ത എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ആ പ്രത്യേക വാക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്രയും നേരം എന്താണ് ദുര്യോധനൻ ചെയ്തത്? ദുര്യോധനൻ വന്നിട്ട് ദ്രോണരുടെയും ഭീഷ്മരുടെയും വിശ്വാസ്യതയെ സംശയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു.
അവർക്ക് പാണ്ഡവരോട് എന്തായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ട് ഇനിയിപ്പോ നമ്മളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്താലും അവർ അത്രയ്ക്ക് അങ്ങോട്ട് ആക്രമണോത്സുകരായിട്ട് പാണ്ഡവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുവോ ഇല്ലയോ എന്നൊക്കെ ദുര്യോധനന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതിനാണ് നേരെ പോയി ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് പറഞ്ഞത്. നോക്കൂ ദ്രോണാചാര്യ, അങ്ങയുടെ ശിഷ്യൻ ദൃഷ്ടദ്യുമ്നൻ, നിങ്ങളുടെ പഴയ ശത്രു ആര്, ദ്രുപദന്റെ പുത്രൻ, നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ശസ്ത്രവിദ്യ അസ്ത്രവിദ്യയൊക്കെ പഠിച്ച് മിടുക്കനായിട്ട് വന്നിട്ട് അവനാണ് ആരുടെ സേനാനായകൻ, പാണ്ഡവരുടെ സേനാനായകൻ. ഇനി അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്, ദ്രോണാചാര്യരോട് പറയുകയാണ്. പിന്നെ അതേ സമയം ദുര്യോധനൻ മനസ്സ് ചിന്തിക്കുകയാണ്, ഇനി ഞാൻ ദ്രോണാചാര്യരെ പൊക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീഷ്മദേവന് എന്തെങ്കിലും എന്താണ് അതൃപ്തി തോന്നുമോ, ഇനി ഞാൻ ഭീഷ്മദേവരെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഭീഷ്മദേവർക്ക് എന്തെങ്കിലും അതൃപ്തി തോന്നുമോ. ഈ ഈഗോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അറിയാമോ? ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരം മീനിങ് ഉണ്ട്. ഒന്ന്, ഭയങ്കര അഹങ്കാരി എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഈഗോയിസ്റ്റിക് എന്നൊക്കെ പറയും. ഇനി വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാല്, ഒരാള് ഒരു പ്രധാന കാര്യം ചെയ്യുന്നു, പക്ഷെ നമ്മൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു. അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോൾ അയാൾ ചിന്തിക്കും, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, എനിക്ക് ഒരു മോട്ടിവേഷൻ ആരും തരുന്നില്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് അത് ഒരു ശ്രദ്ധക്കുറവായിട്ട് കരുതപ്പെടും. അങ്ങനെ എന്ത് സംഭവിക്കും, അയാൾ പിന്നെ ആ കാര്യം ചെയ്യാൻ വേണ്ടി വലിയ താല്പര്യം കാണിക്കണം എന്നില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് അയാൾ കാര്യം ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയും ഈഗോയ്ക്ക് വഴിവെക്കാം. ഇങ്ങനെ 2 തരത്തിലുള്ള ഈഗോയും നമ്മൾ ആൾക്കാരോട് ഇടപഴകുമ്പോൾ സൂക്ഷിക്കണം. ദുര്യോധനൻ ചിന്തിക്കുകയാണ്, ഒരു വ്യക്തിത്വത്തെ ബഹുമാനിക്കാൻ വേണ്ടി ശ്രമിക്കാതെ അയാളെ എന്ത് ചെയ്യും, നമ്മൾ മറന്നുപോയി എന്ന് അയാൾക്ക് തുടങ്ങുവാണെങ്കിൽ, എന്താണ് മറന്നുപോയി എന്ന് അയാൾക്ക് പിന്നെ തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഭീഷ്മർക്ക് എന്ത് സംഭവിക്കും, ഭീഷ്മർക്ക് അത്രയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പണി തീർന്നു കിട്ടിയില്ലേ. എന്താണ് ഭീഷ്മർക്ക് അത്രയധികം യുദ്ധോത്സുകമായിട്ട് ചെയ്യാൻ പറ്റുമോ കാര്യം, യുദ്ധത്തിന് ശ്രമിക്കാൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ട് ദുര്യോധനൻ സ്വാഭാവികമായിട്ട് ഒരു ഭയങ്കര നയതന്ത്രജ്ഞനാണ്, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ. നന്നായിട്ട് അറിയാം അയാൾക്ക് എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് സംസാരിക്കണം, എങ്ങനെ മറ്റുള്ളവരെ എന്ത് ചെയ്യണം, തനിക്ക് അനുകൂലമാക്കി മാറ്റണം എന്നൊക്കെ നല്ലോണം അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ദ്രോണരെ വേണ്ട വിധം പരിഗണിച്ചതിന് ശേഷം ഭീഷ്മദേവന് അനാദരവായിട്ട് തോന്നുകയില്ല എന്ന് ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഭീഷ്മരെ ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ദ്രോണാചാര്യരുടെ മുന്നിൽ വെച്ച് പറയുകയാണ്, ഭീഷ്മർ എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിനെ, അപര്യാപ്തമായ നമ്മുടെ സൈന്യത്തിനെ നിയന്ത്രിക്കുന്ന സേനാനായകനാണ്. അപ്പോ ഭീഷ്മർക്ക് ആദരവ് നൽകുന്നതോടൊപ്പം അപ്പം ബാക്കിയുള്ള യോദ്ധാക്കളോ, ഭീഷ്മരുടെ കാര്യം പറഞ്ഞു, ദ്രോണരുടെ കാര്യം പറഞ്ഞു, പിന്നെ എന്താണ് വികർണ, പിന്നെ ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞു. ദൃഷ്ടകേതു, ചേകിതാന, കാശിരാജ, വീര്യവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ പേര് പറഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരോ, ഈ ഭീഷ്മർക്ക് ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് യോദ്ധാക്കളുണ്ട്. പക്ഷെ അവരെ ആരെയും പറഞ്ഞില്ലെങ്കിൽ എന്താണ് അവർ ചിന്തിക്കുക എന്ന് ദുര്യോധനന് മനസ്സിൽ ഒരു തോന്നലുണ്ടായി. അപ്പൊ എല്ലാരെയും കൂടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറയുകയാണ് ഭവന്ത. അതൊരു ബഹുമാനിക്കുന്ന വാക്കാണ്. ത്വാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് അത്രയ്ക്ക് ബഹുമാനമില്ല, നമ്മളുടെ പിയറിനെ വിളിക്കുന്ന, അതായത് നമ്മളോട് ഒരുപോലെ നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ താഴേക്കിടയിലുള്ള ആൾക്കാരെ വിളിക്കുന്ന ഒരു പദമാണ് ത്വാം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ദുര്യോധനൻ പ്രത്യേകിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഭവന്ത എന്ന വാക്കാണ്. എന്താ അതിന്റെ അർത്ഥം? ഭവന്ത എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടി നിങ്ങൾ എല്ലാവരും എന്ന് പറയുന്നതാണ്. അപ്പോ എന്താണ് ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവഹി. ദുര്യോധനൻ എത്ര എത്ര കൗശലക്കാരനാണ്. കാരണം ആരെയും പിണക്കാൻ പാടില്ല, അത്രയ്ക്ക് നല്ല ഓർമ്മിച്ച് ചിന്തിച്ച് അത്രയ്ക്കും കൗശലത്തോടു കൂടിയാണ് ഓരോ വാക്കും ദുര്യോധനൻ പറയുന്നത്. അപ്പോ ഇനി ഒരു ചോദ്യം വരുന്നു, ഇത്രയധികം പേര് കേട്ട എന്താണ് സ്വച്ഛന്ത മൃത്യു, അത് പിന്നെ പരശുരാമൻ സ്വയം വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭ്യസിപ്പിച്ചിരിക്കുന്ന, അതായത് ആയുധവിദ്യ അഭ്യസിപ്പിച്ചിരിക്കുന്ന ഭീഷ്മർ, ഒരുപാട് കാലം കണ്ടിരിക്കുന്ന ആ ഗ്രാൻഡ് സയർ അല്ലെ, പിതാമഹൻ, അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ആവശ്യം എന്താണ്?
എന്തിനാണ് അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്? അദ്ദേഹമല്ലേ സേനാനായകൻ, അദ്ദേഹമല്ലേ നമ്മുടെ സേനയെ സംരക്ഷിക്കേണ്ടത്. ഇനി അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? എന്താ പറയുന്നത്? ഭീഷ്മമേവാഭിരക്ഷന്തു എന്നാണ്. ഭീഷ്മദേവനെ നിങ്ങൾ എല്ലാരും പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താണെന്നറിയാമോ? ആരും ജീവിതത്തില് അഭേദ്യനായവനല്ല. ഏത് പ്രൊട്ടക്ടർ ആയാലും അയാൾക്കും ചിലപ്പോ എന്ത് സംഭവിക്കാം? അപകടങ്ങൾ സംഭവിക്കാം. അപ്പൊ ദുര്യോധനൻ ഇത് ചിന്തിക്കുകയാണ്. എന്ത് സംഭവിക്കും? ഭീഷ്മർ വന്നിട്ട് ഭീഷ്മർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധത്തില് ഒരു സേനാനായകൻ അല്ലെങ്കിൽ ഒരു രാജാവ് നേരെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ആ പടയിൽ നിന്ന് വന്നിട്ട് ഒരു അമ്പ് അയാളുടെ നെഞ്ചിൽ കൊണ്ട് അയാൾ മരിച്ചുപോയി. ബാക്കിയുള്ള സേന എന്ത് ചെയ്യും? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? ബാക്കിയെല്ലാം വന്നിട്ട് അത്രയ്ക്ക് കാര്യക്ഷമതയുള്ള, അത്രയ്ക്ക് ബലമുള്ള സേനയാണെങ്കിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിയോടും. കാരണം നേതാവ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈന്യത്തിന്റെ ബലത്തിന് കെട്ടുറപ്പോ അല്ലെങ്കിൽ അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ ആരും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരെല്ലാം ചിതറി ഓടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭീഷ്മരെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം മുന്നിൽ നിന്ന് ഭീഷ്മർ നയിക്കുന്നിടത്തോളം പാണ്ഡവർ ജയിക്കാൻ സാധ്യതയില്ല. കാരണം ഭീഷ്മരെ തോൽപ്പിക്കാൻ അവർക്ക് പറ്റുകയില്ല. ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവാണ്. ഭീഷ്മർക്കെതിരെ വന്ന് യുദ്ധം ചെയ്യാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അർജുനനെ കൊണ്ട് പോലും സാധിക്കുകയില്ല എന്ന് ആർക്കറിയാം? ദുര്യോധനൻ അറിയാം. ഇത് സംഭവിച്ചിട്ടുണ്ട്. അർജുനൻ വന്നിട്ട് ജയദ്രഥനെ, അതായത് യുദ്ധം തുടങ്ങി കഴിയുമ്പോൾ ജയദ്രഥനെ നേരിടാൻ വേണ്ടിയിട്ട് കൗരവസേനയുടെ വ്യൂഹം ചമച്ചിരിക്കുന്നതിന്റെ അകത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് പോകും. പക്ഷെ ഈ അർജുനൻ പോകുമ്പോ അർജുനന്റെ രഥത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രഥത്തിന്റെ രണ്ട് സൈഡിലും നല്ല കഴിവുറ്റ രണ്ട് ആൾക്കാരെ നിയോഗിച്ചിരുന്നു. അർജുനൻ എന്തിന്റെ പ്രൊട്ടക്ഷന്റെ ആവശ്യമാണ്? അർജുനൻ വന്നിട്ട് ജയദ്രഥനെ നേരിടാൻ വേണ്ടി പോകുമ്പോ ഈ രഥം വന്നിട്ട് ആരെങ്കിലും ഉപയോഗിച്ച് ശത്രുക്കൾ തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനന് മുന്നോട്ട് പോകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് യൂഷ്വലി അങ്ങനെ സംഭവിക്കുന്നതാണ്. എന്ത്? ഒരു സേനാനായകൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള പദ്ധതിയോടുകൂടി എതിർ സൈന്യത്തെ നേരിടാൻ വേണ്ടി മുന്നോട്ട് പോകും തോറും ഈ സൈഡിൽ നിന്നും, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരാണ്? ബാക്കിയുള്ള ആൾക്കാരാണ്. അതാണ് ദുര്യോധനൻ അവിടെ വന്ന് പറയുന്നത്. ഭീഷ്മര് കൗരവസേനയെ നയിക്കാൻ പ്രാപ്തനാണ്. പക്ഷെ മുന്നിൽ നിന്ന് നയിക്കുമ്പോ മറുവശത്ത് നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണം ആര് നൽകും? അല്ലെങ്കിൽ കുഴപ്പമാകൂലേ? അതുകൊണ്ട് നിങ്ങളെല്ലാം വന്നിട്ട് യഥാഭാഗം അവസ്ഥിത ഭീഷ്മം ഏവ അഭിരക്ഷന്തു ഭവന്ത സർവ ഏവഹി. ഇനി അവിടെ നമുക്ക് നിർത്താം. ഒരു ചെറിയ ടേൺ നമുക്ക് ഈ ഒരു ശ്ലോകത്തിനെ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? ആരാണ് നമ്മളുടെ ക്യാപ്റ്റൻ? നമ്മൾ ഭൗതിക ജീവിതത്തിലാണ് അല്ലെ? ഭൗതികമായിട്ടുള്ള എല്ലാ ടെംപ്ടേഷൻസും വന്നു ചേരുന്ന ഒരു യുദ്ധഭൂമിയിലാണ് നമ്മളാണ് പോരാടാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? ഇന്ദ്രിയാണി പരാണ്യാഹുർ ഇന്ദ്രിയേഭ്യോ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സാ. ഏറ്റവും മേലെ ഉള്ളത് ആത്മാവാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഭൗതിക ജീവിതത്തിൽ ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാരെ വിചാരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് നമ്മളുടെ ഈ ഒരു പ്രവൃത്തിയിൽ വലിയ പങ്കൊന്നുമില്ല. ആത്മാവിന്റെ വാക്കനുസരിച്ചാണോ നമ്മൾ പ്രവർത്തിക്കുന്നതല്ല. നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെക്കാളും മേലെയുള്ള ബുദ്ധിയെക്കാളും മേലെയുള്ള കോൺഷ്യസ്നെസിന്റെ ഒക്കെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാവരും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിലാണ് പോകുന്നത്. അപ്പോ നമ്മുടെ ഈ യുദ്ധത്തിൽ, അതായത് മായ, ഒരുപാട് ടെംപ്ടേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഈ മായക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സേനാനായകൻ ഭീഷ്മരെ പോലെ ആരാണത്? നമ്മളുടെ ബുദ്ധി, ഇന്റലിജൻസ് ആണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഷ്യസ്ലി ആ പ്രൊട്ടക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബുദ്ധിയാണ് നമ്മളെ എന്ത് ചെയ്യേണ്ടത്? ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് ടെംപ്ടേഷൻ ആണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതല്ല കറക്റ്റ് ആയിട്ടുള്ള വഴി എന്ന് വേർതിരിച്ച അറിവ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം. അല്ലെങ്കിൽ നല്ല ബുദ്ധി വേണം. വെറുതെ ബുദ്ധി പോരാ, നല്ല ബുദ്ധി വേണം. അപ്പൊ ആ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ സേനാനായകനാണ്. എന്തിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ? മായക്കെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ. പക്ഷേ ഈ ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടുന്ന് ഇവിടുന്നും ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒക്കെ പ്രലോഭനങ്ങൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോ ബുദ്ധിക്ക് എന്ത് സംഭവിക്കും? ബുദ്ധിക്ക് അപകടം പറ്റിയേക്കാം. ബുദ്ധിക്ക് വേർതിരിച്ച് അറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ബുദ്ധിയെ
പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഷ്യസ്ലി മനഃപൂർവ്വം ശ്രമിക്കണം. എങ്ങനെ ശ്രമിക്കണം? ബുദ്ധിയെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും? ഒന്ന്, ആര് ചെയ്യും? നമ്മൾ തന്നെ ചെയ്യണം. വേറെ ആരും വന്നിട്ട് നമ്മുടെ ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വരൂല, നമ്മൾ തന്നെ ചെയ്യണം. എങ്ങനെ ചെയ്യും? ഒന്ന്, നിരന്തരം അവബോധത്തെ നേരെയാക്കാൻ വേണ്ടിയിട്ട് എന്ത് വായിക്കണം? ഭഗവത്ഗീത, ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കണം. നമ്മൾ ഒരു ശ്ലോകം എടുത്തിട്ട് വെറുതെ വായിച്ചു പോകുകയല്ല ചെയ്യുന്നത്. അല്ലെ, അതിന്റെ അകത്ത് എന്താണ് മീനിങ്, എന്താണ് എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഈ ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആദ്യത്തെ മാർഗം എന്താണ്? ഭഗവത്ഗീത, ഭാഗവതം ഇരുത്തി നന്നായിട്ട് മനസ്സിലാക്കി പല വശങ്ങളിൽ കൂടെയും ചിന്തിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിന് കഴിവില്ല എങ്കിൽ മറ്റ് കഴിവുള്ള വ്യക്തികൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ശ്ലോകത്തെക്കുറിച്ച് എന്താണോ പറയുന്നത് അത് കേട്ട് മനസ്സിലാക്കാൻ പഠിക്കണം. അതൊന്ന്. രണ്ട്, ഇത് നമ്മളുടെ ബുദ്ധിയെ എന്താക്കും? കുറച്ചും കൂടെ പവർഫുൾ ആക്കും, പ്രൊട്ടക്റ്റഡ് ആക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണെന്നും പറഞ്ഞു ഓവർ കോൺഫിഡൻസോട് കൂടി പോയി പ്രലോഭനങ്ങളുടെ മുന്നിൽ പോയി കിടന്നു കൊടുക്കരുത്. നമ്മൾ മുന്നേ പോകുന്ന വഴിക്ക് അവിടെ ഒരു കടുവ ഉറങ്ങി കിടക്കുവാണ്. നമുക്കറിയാം കടുവയാണത്. കണ്ണു തുറന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി വീഴാൻ പോകുന്നത് എന്റെ ദേഹത്തേക്കാണ് എന്ന് അറിയാം. ഭയങ്കര ശക്തിമാനാണ് ഞാൻ, ഭയങ്കര പവർഫുൾ ആണ് ഞാൻ എന്നു പറഞ്ഞിട്ട് അതിനെ പോയി തോണ്ടി നോക്കാൻ ശ്രമിക്കരുത്. കാരണം അത് എണീറ്റാ തീർന്നു, നമ്മുടെ കാര്യം തീർന്നു. ഇതേപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പ്രലോഭനവും. ഇന്ദ്രിയങ്ങൾ പോണ വഴിയിൽ പ്രലോഭനങ്ങൾ കാണും. പ്രലോഭനങ്ങൾ കടുവയെ പോലെയാണ്. ഇന്ദ്രിയങ്ങള് ഭയങ്കര, ഞാൻ ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം വായിച്ച് ഭയങ്കര സ്ട്രോങ് ആണ്. ഇന്ന് രാത്രി ഞാൻ പ്രീച്ച് ചെയ്യാൻ പോവാണ്, കള്ളുകുടിയന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് അവിടെ. അങ്ങോട്ട് പോയി ചെന്ന് കൊടുക്കരുത്. കാരണം നമ്മള് പ്രഭുപാദ് പോയി അല്ലെങ്കിൽ പ്രഭുപാദിന്റെ ശിഷ്യന്മാര് പോയി കള്ളുകുടിയന്മാരുടെ ഇടയിൽ പ്രീച്ച് ചെയ്യാൻ പോയ പോലെ ഒന്നും നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവൂല. അല്ലെങ്കിൽ ഒരു വേശ്യാലയത്തിൽ പോയി കയറരുത്. കാരണം ഈ പ്രലോഭനങ്ങളെല്ലാം വന്നിട്ട് കടുവയെ പോലെയാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പൂച്ചക്കുഞ്ഞാണ്. എന്ത് ചെയ്യും? വെറുതെ കിടക്കുന്ന ഒരു കടുവേനെ ഞാൻ എന്റെ ശക്തി പരീക്ഷിച്ചു നോക്കാം, എന്റെ ഇന്ദ്രിയങ്ങൾക്ക് എത്ര നിയന്ത്രണം ഉണ്ടെന്ന് പരീക്ഷിച്ചു നോക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി തോണ്ടി നോക്കിയാൽ എന്ത് ചെയ്യും? കടുവ എണീക്കും. ഇത് കടുവയുടെ വായിക്ക് അകത്താവുകയും ചെയ്യും. നമ്മൾ വീണു പോവേ ഉള്ളൂ. കാരണം നമ്മൾക്ക് അത്രയ്ക്ക് ഓവർ കോൺഫിഡൻസ് ഒന്നും പാടില്ല. അതാണ് പറയുന്നത്, ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. എന്ത് വേണം? ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്ക്രിപ്റ്റേഴ്സ് വായിക്കണം. സ്ക്രിപ്റ്റേഴ്സ് വായിച്ചിട്ട് മനസ്സിലാക്കണം. ഓവർലി നമ്മൾ എന്താവരുത്? ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവരുത്. അമിത ആത്മവിശ്വാസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. വീഴ്ച പറ്റാൻ വളരെയധികം സാധ്യതയുണ്ട്. പ്രലോഭനങ്ങൾ നിറയെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പ്രലോഭനങ്ങളെ കണ്ണടച്ച് കാണാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബിൽ ബോർഡ്സ് കാണുമ്പോഴും അല്ലെങ്കിൽ ഒരു ടി വിയിൽ പരസ്യം കാണുമ്പോഴും നാടൊട്ടുക്കും എന്താണ്? പ്രലോഭനങ്ങളോട് പ്രലോഭനങ്ങളാണ്. അതിനെ കണ്ണു അടച്ചുകൊണ്ട് നമുക്ക് വഴി കൂടെ പോകാൻ പറ്റൂലല്ലോ. പക്ഷേ എന്ത് ചെയ്യണം? ജാഗരൂകരായിരിക്കണം. ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യണം. ബുദ്ധി നമുക്ക് വേർതിരിച്ച് അറിവ് തരും. ഇത് നല്ലതാണ്, ഇത് ചീത്തയാണ്, ഇങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് ബുദ്ധി നമ്മൾക്ക് ഡയറക്ഷൻ തരും, വേർതിരിച്ചറിവ് തരും. പക്ഷേ ബുദ്ധിയെ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? സ്ക്രിപ്റ്റേഴ്സ് വായിക്കണം. പിന്നെ ജാഗരൂകരായിരിക്കണം. എങ്ങനെ ജാഗരൂകരായിരിക്കും? നമ്മള് ഒരു സ്ഥലത്തേക്ക് പോവാണെന്ന് വിചാരിച്ചോ. ഒരു വലിയ മലഞ്ചെരുവിൽ കൂടെയാണ് പോകുന്നത്. വലിയ കുത്തനെയുള്ള ഒരു മല. അതിന്റെ ചെരുവില് ചെറിയ ഒരു റോഡുണ്ട്. നമുക്ക് മേലെ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. വേറെ ഒരു വഴിയും ഇല്ല. പോവാതിരിക്കാനും പറ്റൂല. നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെയാണ്. ഇതുപോലാണ് നമ്മളുടെ അവസ്ഥ. ഭൗതിക ലോകത്തിൽ വന്നു വലിയൊരു മലഞ്ചെരുവിൽ കൂടെ പോകുന്ന ചെറിയൊരു റോഡ് പോലെയാണ് നമ്മളുടെ ജീവിതം. കാലം ഒന്ന് തെന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകും? പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകും. മൊത്തത്തിൽ പ്രലോഭനങ്ങളാണ്. പക്ഷെ എങ്ങനെ പോകും? അതിലൂടെ പോകുന്ന ആൾക്കാര് പതുക്കെ ഒരു ചുവട് വെച്ച് ജാഗരൂകരായിട്ട് എന്ത് ചെയ്യും? അങ്ങനെ കറക്റ്റ് ആയിട്ട് പോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താം വീഴാതെ. പക്ഷെ അത്രയും ജാഗരൂകരായിരിക്കണം നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ. നമ്മളുടെ അവബോധത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ബുദ്ധിയുടേതാണെങ്കിലും ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ അവബോധത്തിനുമാണ്. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്ത് ചെയ്യണം? നമ്മൾ പ്രവൃത്തി ചെയ്യണം. ഉദാഹരണത്തിന്
സ്ക്രിപ്റ്റേഴ്സ് വായിക്കണം, മനസ്സിലാക്കണം. 2, അധികം പ്രലോഭനങ്ങൾ ഉള്ളിടത്ത് പോവാതെ ഇരിക്കണം. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മള് അവബോധം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ് ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യാൻ. ബുദ്ധി ആവശ്യമാണ് അവബോധത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഇവ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ്. സംരക്ഷിക്കപ്പെടുന്നവനും സംരക്ഷിക്കപ്പെടണം. ഇല്ലേ? ഭീഷ്മദേവൻ ആരാണ്? പ്രൊട്ടക്ടർ ആണ്. ബട്ട് ഹി ഷുഡ് ഓൾസോ ബി പ്രൊട്ടക്റ്റഡ്. അദ്ദേഹത്തിനെയും പ്രൊട്ടക്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ബുദ്ധിയാണ് നമ്മുടെ ഭീഷ്മദേവൻ. പക്ഷേ അതിന് ചുറ്റിനും ബുദ്ധിയെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടി വേണം. ആ ഭീഷ്മദേവനെ പ്രൊട്ടക്ട് ചെയ്യാനും ആള് വേണം. അങ്ങനെയാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ, ഈ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ദുര്യോധനന്റെ കൗശലം. എത്ര കൗശലക്കാരനാണ് ദുര്യോധനൻ എന്ന് നമ്മൾ കാണും ഇതിന്റെ അകത്ത്. കുറെ ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞു അല്ലെ. ആദ്യം എന്താണ് പറഞ്ഞത്? ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ പേരെടുത്ത് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്താണ്? അപര്യാപ്തം ത്വദസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ പേരെടുത്ത് പറയാതെ തന്നെ എന്റെ ആർമി ഭയങ്കര എന്താണ് അപര്യാപ്തമാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ ആർമി അവരെക്കാൾ വലുതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പറഞ്ഞു അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു. ഏത് പ്രധാന സ്ഥലങ്ങളിൽ നിന്നായാലും അവിടെ നിന്ന് നിങ്ങൾ ഉറച്ചു പൊരുതണം. നമ്മുടെ കമാൻഡർ ഇൻ ചീഫ് ഭീഷ്മദേവനെ പ്രൊട്ടക്ട് ചെയ്യണം. അതായത് ഇവരെല്ലാവരും എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് കൗശലകരമായ വാക്കുകളിലൂടെ ദുര്യോധനൻ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, ഒരു ക്രിക്കറ്റ് ടീം ഉണ്ട്, അതിനകത്ത് ഒരു ചാമ്പ്യൻ പ്ലെയർ കാണും. ആര്? സച്ചിൻ തെണ്ടുൽക്കർ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു. നമ്മൾ ഏത് ക്രിക്കറ്റ് കളി കാണാൻ പോയാലും അതിൻ്റെ അകത്ത് സച്ചിൻ എത്ര റണ്ണടിക്കും, സച്ചിൻ എത്ര വിക്കറ്റ് എടുക്കും, ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതിനകത്ത് 11 ആൾക്കാരുണ്ട്, സച്ചിൻ ഒരാൾ മാത്രമാണ്. ആ ഒരു കളിയെ നിയന്ത്രിക്കാൻ സച്ചിൻ മെയിൻ ഒരു ഫാക്ടർ ആണ്. എങ്കിലും ബാക്കി 10 പേരും അവര് ചുമ്മാ എന്താണ് അപ്രസക്തരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, അവർക്കും റോൾ ഉണ്ട്. അപ്പൊ അതേപോലെ ഭീഷ്മദേവനെ പ്രൊട്ടക്ട് ചെയ്യണം. എന്തുകൊണ്ട്? ഭീഷ്മദേവന് വയസ്സായി. ഭീഷ്മദേവൻ ഭയങ്കര കർക്കശക്കാരനാണ്, ശക്തിമാനാണ്, ഒരുപാട് വരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, വലിയ വലിയ ശക്തികളുള്ള ആളാണ്. പക്ഷേ പ്രായം വന്നിട്ട് ചിലപ്പോ അതിന്റെ ബലം കാണിച്ചേക്കും. ചിലപ്പോ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ പ്രായത്തിന്റെ അശ്രദ്ധ കൊണ്ട് ഭീഷ്മദേവൻ ഒന്ന് എന്തായി പോയാൽ, ചെറിയ ശ്രദ്ധക്കുറവ് കാണിച്ചു പോയാൽ ആൾക്കാർ അത് മുതലെടുത്താൽ, ഏതാൾക്കാർ? പാണ്ഡവര് അത് മുതലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തു ചെയ്യാം? അത് നമുക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ദുര്യോധനൻ മനസ്സിലായി, ബാക്കിയുള്ള യോദ്ധാക്കള് ഇത് ഭീഷ്മദേവനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാർ ഒരു കുറച്ചിലായിട്ട് എടുക്കൂല. കാരണം എന്താണ്? ഭീഷ്മദേവൻ അവരുടെ സേനാനായകനാണ്. ഭീഷ്മദേവൻ സേനയെ നയിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാനും അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കാനും അദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ അവർക്ക് സമ്മതം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് ഭയങ്കര താല്പര്യമൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ദുര്യോധനൻ വിചാരിച്ചു, ഇനി ആരെങ്കിലും ചിന്തിച്ചാലോ ഇത് അവരെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഭീഷ്മദേവര് ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ എല്ലാരെയും ഞാൻ എടുത്തു പറഞ്ഞില്ലല്ലോ, ഇനി അവർക്കെങ്ങാനും വല്ല ചെറിയ എന്തെങ്കിലും ഒരു അവരുടെ ഒരു ഈഗോയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഭയങ്കര കൗശലത്തോടു കൂടി ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്ത് വാക്ക്? ഭവന്ത, ബഹുമാനിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്. ഭീഷ്മദേവർ ഒരാളല്ലേ ഉള്ളൂ. ഭീഷ്മദേവർക്ക് ഒരേ സമയത്ത് ഈ 4 വശത്തും എത്താൻ പറ്റൂലല്ലോ. ദുര്യോധനൻ ഒട്ടും താല്പര്യമില്ല. കാരണം ഈ ഒരു സ്ഥലത്ത് നിന്നും കൗരവ സൈന്യത്തിന് പെനട്രേഷൻ വന്നുകൂടാ. പാണ്ഡവരുടെ സൈന്യം കൗരവ സൈന്യത്തെ ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല സൈഡിൽ കൂടെയും ബാക്കി കൂടെയും ഉപദ്രവിക്കാൻ പാടില്ല, തോൽക്കാനേ പാടില്ല. എങ്ങനെയെങ്കിലും യുദ്ധം ജയിക്കണം, ഇതാണ് ദുര്യോധനന്റെ ഇന്റൻഷൻ, ഉദ്ദേശം. അപ്പൊ അത് ഒരു തന്ത്രമാണ്, ദുര്യോധനന്റെ സ്വഭാവമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അറിയുന്നത്. ആ തന്ത്രം എന്താണ്? ദുര്യോധനൻ പറയുന്നു, യോദ്ധാക്കളെല്ലാം എനിക്ക് വിലപ്പെട്ടവരാണ് എന്ന് അറിയിക്കണം. അതിനോടൊപ്പം തന്നെ ഭീഷ്മ പിതാമഹൻ ഏറ്റവും പ്രധാനിയാണെന്നും അറിയിക്കണം. രണ്ടുപേരും, ഭീഷ്മരും മറ്റ് യോദ്ധാക്കളും തനിക്ക് നന്ദിയുള്ളവരായി നിന്ന് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. ഇങ്ങനെ
പൊളിറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ദുര്യോധനൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ദുര്യോധനൻ ഒരാളെ മറന്നുപോയി. ആരെയാണ് മറന്നുപോയത്? വാക്കുകളൊക്കെ കൊണ്ട് ഭയങ്കര കാര്യമായിട്ട് ചിന്തിച്ച് ഓരോ വാക്കും പറയുന്നതിന് മുന്നേ ആലോചിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാള് കഷ്ടം, അയാള് ഒരാളെ വിട്ടുപോയി. ആരെയാണ് വിട്ടുപോയത്? കുരുക്ഷേത്ര യുദ്ധത്തില് ഭീഷ്മർ യുദ്ധം ചെയ്യുമ്പോ ആദ്യം ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണും, യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനനെയും ദുര്യോധന എന്താണ് ആ യുധിഷ്ഠിരനെയും മറ്റുള്ളവരെയൊക്കെ കാണുമ്പോ അദ്ദേഹത്തിന് അവരെ കൊല്ലണമെന്ന് ചിലപ്പോ അദ്ദേഹത്തിന് എന്താണ് തോന്നാറില്ല. യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും തന്റെ ആ ഒരു ഒരു എന്താണ് ദുര്യോധനൻ പറഞ്ഞു അവരെ കൊല്ലണമെന്ന്. പക്ഷെ എന്നാലും ദുര്യോധനന് വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാത്സല്യം ചിലപ്പോൾ അദ്ദേഹത്തെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഭീഷ്മദേവർ എന്ത് ചെയ്യുന്നു? പല സ്ഥലങ്ങളിലും ഭീഷ്മദേവര് ഇതിനെ വിഡ്രോ ചെയ്യും. അതായത് ഈ ഒരു ടെൻഡൻസിനെ, അവരെ ആക്രമിച്ച് തകർക്കുക എന്നുള്ള ടെൻഡൻസിനെയൊക്കെ വിഡ്രോ ചെയ്ത് നിൽക്കുന്നതായിട്ട് ദുര്യോധനൻ ശ്രദ്ധിച്ചു. ദുര്യോധനൻ ചെന്ന് ഭീഷ്മരോട് പറഞ്ഞു, എന്ത്, നിങ്ങൾ ഇപ്പോഴും എന്താണ് അവരോട് വാത്സല്യമുള്ളവനാണ്, നിങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഭീഷ്മരെ വ്യക്തിപരമായിട്ട് ചെറുതായിട്ട് ഒരു വഴക്ക് പറയാൻ വേണ്ടിയിട്ട് ദുര്യോധനന് മടിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഭീഷ്മർ ഒരു കഠിന പ്രതിജ്ഞ എടുത്തു. എന്ത് പ്രതിജ്ഞ എടുത്തു? നാളെ നേരം വെളുക്കുമ്പോ യുദ്ധം ചെയ്തിട്ട് ഈ 5 പാണ്ഡവന്മാരെയും ഞാൻ കൊന്നിരിക്കും. എന്നിട്ട് 5 അമ്പുകൾ തെരഞ്ഞെടുത്ത് വെച്ചു. തന്റെ എല്ലാ പവറും അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട്, ദിവ്യാസ്ത്രങ്ങൾ. എന്നിട്ട് അത് ആരെ ഏൽപ്പിച്ചു? ദുര്യോധനൻ പറഞ്ഞ അങ്ങ് വെക്കണ്ട കയ്യിൽ, ഇനി അവരെങ്ങാനും വന്ന് ചോദിച്ചാൽ അങ്ങ് അത് എടുത്തു കൊടുത്തു കളയും, അതുകൊണ്ട് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ പോയി. ഭീഷ്മദേവർ എന്താ ചെയ്തത്? ഭീഷ്മദേവർ അവരെ കൊള്ളണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഭീഷ്മദേവർ ആരാണ്? ഭഗവാന്റെ ഭക്തനാണ്, കൃഷ്ണന്റെ ഭക്തൻ. അപ്പുറത്ത് ആരായിരിക്കുന്നത്? വിജയസാരഥേ അല്ലേ? ആരാണ്? പാർത്ഥസാരഥിയാണ് ഇരിക്കുന്നത്. പാർത്ഥന് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ, അല്ലെങ്കിൽ പാണ്ഡവരുടെ കൂട്ടത്തില് ആ സഹോദരന്മാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ ഭഗവാൻ അനുവദിക്കുമോ? ഇല്ല എന്ന് ഭീഷ്മർക്കറിയാം. ഭഗവാൻ ഭീഷ്മർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഭഗവാൻ എങ്ങനെയാണ് ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ 5 അസ്ത്രങ്ങളും ആര് കൊണ്ടുപോയി? ദുര്യോധനൻ കൊണ്ടുപോയി. എന്നിട്ട് എങ്ങനെയാണ് ഇനി ഭഗവാൻ നാളെ ഇവര് പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്? ഇത് ഭയങ്കര വലിയ ദിവ്യാസ്ത്രങ്ങളാണ്. വിട്ടാ ഉറപ്പായിട്ടും ഇത് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കിയേ മതിയാകൂ. ഇത് ഭീഷ്മർക്ക് അറിയാം. എങ്ങനെയാണ് ഇനി ഭഗവാൻ ഇതിനകത്തുനിന്ന് അവരെ രക്ഷിക്കാൻ പോണത് എന്നാണ് ആര് ചിന്തിച്ചത്? ഭീഷ്മർ ചിന്തിച്ചത്. അതിനുള്ള ഉത്തരം ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്തു. അർജുനനോട് പറഞ്ഞു, ദുര്യോധനൻ നിനക്ക് പണ്ട് ഒരു വരം തരാനുണ്ടായിരുന്നു, ഒരു താങ്ക് യു പറയുന്നു. അത് എന്താണ്? അന്ന് ഏതോ ഒരു യുദ്ധത്തില് ഗന്ധർവന്മാരൊക്കെ വന്നിട്ട് ദുര്യോധനനെ അറ്റാക്ക് ചെയ്തപ്പം അന്ന് യുദ്ധത്തിനൊക്കെ മുമ്പേ സഹോദരന്മാരെല്ലാം ഒരുമിച്ച് പിന്നെ കൗരവദേശത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദുര്യോധനൻ വന്നിട്ട് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി എവിടെയോ പോയപ്പോ കുറച്ച് ഗന്ധർവന്മാർ വന്ന് ആക്രമിച്ച് അദ്ദേഹത്തെ തടവിലാക്കി. കർണൻ പോയി സംരക്ഷിക്കാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല, എല്ലാവരും തടവിലായി. ഈ അർജുനനും മറ്റ് സഹോദരന്മാരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ദുര്യോധനെ പിടിച്ചോണ്ട് വന്നത്. അന്ന് ദുര്യോധനൻ പറഞ്ഞ്, നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു, താങ്ക് യു. പക്ഷേ അർജുനൻ പറഞ്ഞു, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ്, അന്ന് പറഞ്ഞില്ലേ നിനക്ക് എന്തോ ദാനമായിട്ട് തരാം, ചാരിറ്റി തരാം എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ പോയി വാങ്ങിക്കുക ആ ചാരിറ്റി. എന്താണ് ആ ചാരിറ്റി വാങ്ങിക്കേണ്ടത്? ആ 5 അസ്ത്രം, അത് മതി. ചാരിറ്റി അത് മതി, ധാരാളം. നാളെ രാവിലെ നിങ്ങളെ കൊല്ലാൻ വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് 5 അസ്ത്രം. ദുര്യോധനന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. ദുര്യോധനൻ കൈയോടെ എടുത്തു കൊടുക്കും. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്. അത് ഏത് ക്ഷത്രിയനും അങ്ങനെയാണ്. ഇപ്പൊ ദുര്യോധനാണെങ്കിലും ശരി, യുധിഷ്ഠിരനാണെങ്കിലും വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാണ്. അപ്പൊ എന്താണ്? എടുത്തു കൊടുത്തു. ഭീഷ്മദേവര് പറഞ്ഞു, ഇത് ഞാനല്ലല്ലോ ചെയ്തത്, നീയല്ലേ ഇത് എടുത്തു കൊടുത്തത്, പിന്നെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞു. പിന്നെയും ദുര്യോധനൻ ഇങ്ങനെ പ്രചോദിപ്പിച്ചപ്പോഴേക്കും ഭീഷ്മദേവൻ വീണ്ടും എന്ത് ചെയ്തു? ഒരു പ്രതിജ്ഞയും കൂടി എടുത്തു. നാളെ രാവിലെ ഒന്നുകിൽ പാർത്ഥനെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ആയുധമേ എടുക്കൂല എന്ന് പറഞ്ഞ് ഞാന് എന്ത് ചെയ്യും? പാർത്ഥസാരഥിയായിട്ട് മാത്രം ഇരിക്കും, ഞാൻ ആയുധമേ എടുക്കൂല, യുദ്ധത്തിൽ പങ്കെടുക്കൂല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഭഗവാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വാക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിതനാക്കും എന്ന് പറഞ്ഞു. എന്തിനാണ് ഇത് ഭീഷ്മർ ചെയ്യുന്നത്? ഭീഷ്മർ വന്നിട്ട് ഭഗവാന്റെ പദ്ധതിയില് തന്റെ ഭാഗം നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു ദുര്യോധനൻ പറഞ്ഞു മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊന്നുമല്ല അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അറിയാം ഭഗവാന് എന്തോ ഒരു പ്ലാൻ ഉണ്ട്.
അദ്ദേഹത്തിന്റെ പ്ലാൻ എ പ്ലാൻ ബി എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഭഗവാന് നന്നായിട്ട് അറിയാം എന്താണ് പ്ലാൻ എന്ന്. ഭീഷ്മർ പറയുകയാണ്, ഒന്നുകിൽ ഞാൻ പാർത്ഥനെ കൊല്ലും, അല്ലെങ്കിൽ ഈ പാർത്ഥസാരഥി എന്ത് ചെയ്യണം, എനിക്കെതിരെ യുദ്ധം ചെയ്യണം. അതിനുവേണ്ടി, അതായത് മുന്നിൽ നിന്ന് ഭഗവാനെ പാർത്ഥസാരഥിയായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭക്തന്റെ ആഗ്രഹമാണ് എന്ത് ഭീഷ്മദേവൻ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? 9-ാം ദിവസം പ്രതിജ്ഞയെടുത്ത്, 9 അല്ല 10-ാമത്തെ ദിവസം അടുത്ത പ്രതിജ്ഞയെടുത്തു. എന്താണ്? ഇന്ന് അർജുനനെ കൊല്ലും, അല്ലെങ്കിൽ കൃഷ്ണനെ കൊണ്ട് സ്വന്തം വാക്ക് തെറ്റിക്കും, ആയുധം എടുക്കില്ല എന്നുള്ള വാക്കുണ്ടല്ലോ. ആർക്കായാലും സ്വന്തം വാക്കെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭഗവാനെ പോലുള്ള ഒരാൾക്ക് അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ എന്താണ് അവിടെ പിന്നെ നമ്മൾ കാണുന്നത്? ഭക്തന്റെ സംരക്ഷണത്തിന് വേണ്ടി അർജുനൻ ഭയപ്പെട്ടു പോയി. ഭീഷ്മ പിതാമഹൻ ഇത്ര അഗ്രസീവായിട്ട് എന്ത് ചെയ്യുകയാണ്? അസ്ത്രം അയച്ചുകൊണ്ടേയിരിക്കണം. അർജുനന് തടുക്കാൻ പോലും പറ്റുന്നില്ല. ആ ഒരു അത്ര ആക്രമണോത്സുകമായിട്ട് ഭീഷ്മദേവൻ വന്നിട്ട് തന്റെ നേരെ അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? അദ്ദേഹത്തിന് തടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വന്നിട്ട് ആകെപ്പാടെ എന്താണ് വ്യഥാവിലായി. ആ വ്യഥ കണ്ടിട്ട് ഭഗവാന് സഹിച്ചില്ല. ഭഗവാൻ പാർത്ഥനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർത്ഥസാരഥിയായിട്ട് നിൽക്കുന്നത്, അല്ലേ? ഹരേ കൃഷ്ണ. മതിച്ച് കേൾക്കാമോ? ഹരേ കൃഷ്ണ. വെൽക്കം മാജി. പക്ഷെ എന്തോ ഒരു സിസ്റ്റം മാറി കിടക്കുന്നുണ്ട്. ആണോ? മാജി കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? എക്സിറ്റ് ചെയ്തിട്ട് ഞാൻ കേറട്ടെ? വേണ്ട 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 മാജി. ശരിയായി. അവിടെ എന്തോ ഒരു സാധനം വന്നപ്പോഴാണ് ഞാനും കണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഫ്ലോ. സോറി, ടെക്നിക്കൽ ഡിഫിക്കൽട്ടി. അതാണ് നമുക്ക് അവിചാരിതമായിട്ട് സംഭവിക്കുന്ന ടെക്നിക്കൽ ഡിഫിക്കൽട്ടി. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആർക്കായാലും സ്വന്തം വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭഗവാൻ എന്ന് പറയുന്ന സുപ്രീം പേഴ്സണാലിറ്റിക്ക് പ്രത്യേകം ഇമ്പോർട്ടന്റ് ആയിരിക്കും. പക്ഷെ അദ്ദേഹം ഭക്തവത്സലനായതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല? ആ വാക്കിനെ അദ്ദേഹം വിലക്കെടുത്തതേ ഇല്ല. ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷെ പാർത്ഥന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയസാരഥി ചുമ്മാതിരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? ഭീഷ്മദേവന്റെ തന്നെ വാക്കുകളിൽ കൂടെ നമുക്ക് കാണാം. ഭീഷ്മദേവന്റെ ഇന്നർ മൂഡ്, ഭക്തി എന്താണ്? ശരശയ്യയിൽ കിടക്കുമ്പോ അദ്ദേഹം ആലോചിക്കണം. 10-ാമത്തെ ദിവസം വീണിട്ട് അർജുനന്റെ ശരം കൊണ്ട് ദേഹത്ത് അരിപ്പ പോലെ ആയിട്ടും വേദനയോടുകൂടി അവിടെ കിടന്നിട്ടും അദ്ദേഹം ആരെക്കുറിച്ച് ഓർക്കുന്നു? എന്തിനാണ് ഞാൻ യുദ്ധം ചെയ്തത് എന്ന്, ഈ ഒരു ദൃശ്യത്തിന് വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്തത് എന്ന് കാണുന്നു. എന്ത് ദൃശ്യം? സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാം ഋതമതി കർത്തുമവപ്ലുതോ രഥസ്ഥാ ധൃതരഥചരണോഭ്യയചലകുർ ഹരിരിവഹന്തുമിഭം ഗതോത്തരീയാ. എന്തു പറഞ്ഞു? സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാം. പാർത്ഥനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഋതമതികർത്തും അവപ്ലുതോ രഥസ്ഥ, രഥത്തിൽ നിന്നും തെറിച്ചു വീണ ഒരു ചക്രത്തിനെയും പൊക്കി എടുത്തുകൊണ്ട് എന്താണ്? ധൃതരഥ ചരണോഭയ ചലഗുർ. രഥത്തിന്റെ ചക്രത്തെയും പൊക്കിയെടുത്തുകൊണ്ട് സുദർശന ചക്രത്തിനെ പോലെ കയ്യിൽ പൊക്കിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഹരി ഇവ ഹന്തും ഇഭം. ഇഭം എന്ന് പറഞ്ഞ ആന, ഹരി എന്ന് പറഞ്ഞ ആരാണ്? സിംഹം. ഒരു ആനയെ സിംഹം എങ്ങനെയാണോ ആക്രമിക്കാൻ വരുന്നത്, അതേപോലെ എന്റെ നേർക്ക് ആക്രമണോത്സുകനായിട്ട് വന്ന ഭഗവാനെയാണ് ഞാൻ സ്മരിക്കുന്നത്. എന്താണ്? ഉത്തരീയമൊക്കെ എവിടെയോ പറന്നുപോയി, മേലത്തെ അംഗവസ്ത്രവും അതും ഇതൊക്കെ പറന്നുപോയി, മുടിയെല്ലാം വന്നിട്ട് എന്താണ് ആകെ ഈ എന്താണ് കുതിരക്കുളമ്പടിയിൽ നിന്നും യുദ്ധഭൂമിയിൽ നിന്നും ഒക്കെ പൊങ്ങി വരുന്ന പൊടിപടലങ്ങൾ കൊണ്ട് അതൊരു ബ്രൗൺ കളറിലായി മുടിയൊക്കെ. ശരീരത്തിൽ മുഴുവൻ എന്റെ അസ്ത്രങ്ങൾ ഏറ്റുകൊണ്ട് ചോര ചിന്തുന്ന ആ മനോഹരമായിട്ടുള്ള ശരീരവും കൊണ്ട് ഭഗവാൻ എന്റെ നേരെ ഓടി വരികയാണ്. ആ ഒരു പിക്ചറാണ് ആ കിടക്കുന്ന കിടപ്പില് ആരോർക്കുന്നത്? ഭീഷ്മദേവൻ ഓർക്കുന്നത്. ഈ ഒരു പിക്ചർ വന്നിട്ട് എച്ച് ചെയ്ത് വെച്ചതുപോലെയാണ്, അതായത് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് വെച്ചതുപോലെയാണ്. പിന്നെ
ഭീഷ്മദേവന് വേറെ ഒന്നും ആലോചിക്കാനില്ല. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് തിരിച്ചു വരാം. എന്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് എന്താണ്? ദുര്യോധനന്റെ പറച്ചിലെല്ലാം തീർന്നു. ഇനിയിപ്പോ ഭീഷ്മദേവൻ വന്നിട്ട് തന്റെ ശംഖനാദം മുഴക്കും. ആ ശംഖനാദം മുഴക്കുമ്പോ എന്ത് സംഭവിക്കും? ഭീഷ്മദേവര് ശംഖനാദം മുഴക്കുന്നത് കൊണ്ട് ദുര്യോധനന്റെ പ്രസ്താവനയും അതും ഇതെല്ലാം വന്നിട്ട് അന്ത്യം കുറിക്കും. ദുര്യോധനൻ വന്ന് മാനിപ്പുലേറ്റ് ചെയ്തത് കൊണ്ടാണോ ഭീഷ്മദേവര് വന്ന് തന്റെ ശംഖനാദം മുഴക്കിയത്? അല്ല. ഭീഷ്മദേവർക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഭഗവാന്റെ എതിരാളിയായി നിന്ന്, എതിർപക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയോഗമാണ്. ഭഗവാന്റെ വീര്യരസത്തിന് വേണ്ടിയിട്ടാണ് ഭീഷ്മദേവർ വന്നിട്ട് ആ സേവനം ചെയ്യുന്നത്. എതിരാളികൾ വന്നിട്ട് സ്നേഹമുള്ളവർ വന്നിട്ട് ഭഗവാന് പുഷ്പമാല്യങ്ങൾ അർപ്പിക്കുന്നത് പോലെയാണ് ഭീഷ്മദേവർ തനിക്ക് അസ്ത്രം അയക്കുന്നത്. ആ മുറിപ്പാടുകൾ കൊണ്ട് ചോര ചിന്തുന്ന ശരീരം എന്ന് പറയുന്നത് ആ ശ്യാമസുന്ദരമായ ശരീരം പോലെ തന്നെയാണ് ഭീഷ്മദേവർക്ക്. വീരരസത്തിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്? ഭീഷ്മദേവർ ഭഗവാനെ ആരാധിക്കുന്നത്. അപ്പൊ ഈ മാനിപ്പുലേഷൻ നടത്തുന്നതിനിടയില് ദുര്യോധന ആളെ മറന്നുപോയി. ഈ പറഞ്ഞ ആളെ, കൃഷ്ണനെ മറന്നുപോയി. കാരണം എന്ത്? ദുര്യോധനൻ വെറും ഭൗതികമായിട്ട് മാത്രം ചിന്തിച്ചു. ആ സാഹചര്യത്തെ കാണുന്നത് എങ്ങനെയാണ്? ഭൗതികമായിട്ട് മാത്രം. എന്താണ്? ആയുധം എടുക്കൂല, യുദ്ധം ചെയ്യൂല, പിന്നെ ഈ കൃഷ്ണനെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ദുര്യോധനൻ ചിന്തിച്ചു. അപ്പോ ദുര്യോധനൻ ചിന്തിച്ചില്ല, അദ്ദേഹം യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം, ജയവും പരാജയവും എല്ലാം എന്ന് ഈ മണ്ടൻ ദുര്യോധനൻ എന്ത് ചെയ്തില്ല? ചിന്തിച്ചില്ല. കാരണം എത്ര രാജ്യതന്ത്രവും കൗശലവും ഒക്കെ ഉള്ളയാളാണെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയെ ദുര്യോധനൻ മറന്നുപോയി. അതായിരുന്നു ദുര്യോധനന്റെ മണ്ടത്തരം. ഇനി ദുര്യോധനന്റെ സ്വഭാവത്തെ നമുക്ക് ഒന്ന് അടുത്ത് നിന്ന് നോക്കാം. എന്താണ് ദുര്യോധനൻ? ഇത്രയും പറഞ്ഞതിൽ നിന്നും, ഈ 10 ശ്ലോകങ്ങൾ കേട്ടു നിങ്ങൾ, അതിൽ നിന്നും ദുര്യോധനന്റെ സ്വഭാവത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ട്. എന്താണ്? രാജ്യതന്ത്രജ്ഞൻ, ഭയങ്കര വാഗ്മി, അതിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും പറയുന്നതിലും അതിനെ പ്രവർത്തിക്കുന്നതിലും ഒക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ചിന്തിച്ചിട്ടൊക്കെ അളന്നു കുറിച്ചൊക്കെ സംസാരിക്കത്തുള്ളൂ. ആരെ എത്ര നന്നായിട്ട് സംസാരിച്ച് അവരെയൊക്കെ തനിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നൊക്കെ ദുര്യോധനനെ കണ്ടു തന്നെ പഠിക്കണം. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് ഈ സംസാരിക്കാൻ ഒന്നുമല്ല. ഈ അപ്പിയറൻസ്, അയാളുടെ പുറമേയുള്ള അപ്പിയറൻസ് അല്ല അയാളുടെ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ വ്യക്തിത്വത്തെ എന്ത് ചെയ്യുന്നത്? വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്. എന്താണ് വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത്? ചിത്തശുദ്ധി, ഉദ്ദേശശുദ്ധി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ വാഗ്മി ആകുന്നതും ഈ പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കുന്നതും എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഒക്കെ എന്തിനാണ്? അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾ ഒരു ചിത്തശുദ്ധിയുള്ള മനുഷ്യനാണോ? അല്ല. ആ വാഗ്മിത്വവും സംസാരവും പിന്നെ ജ്ഞാനവും അതും ഇതും എല്ലാം ഉപയോഗിച്ച് സ്വാർത്ഥനായി പെരുമാറുകയാണെങ്കിൽ ആ വ്യക്തിയെ ഒരു നല്ല വ്യക്തിയായിട്ട് ആരും കണക്കാക്കുകയില്ല. ഈ ഉദ്ദേശം ശരിയല്ല എങ്കിൽ അയാളുടെ ചിത്തത്തിൽ എന്താണ്? ദുര്യോധനന്റെ ഹൃദയത്തിൽ എപ്പോഴും ദേഷ്യവും കോപവും ലോഭവും അസൂയ. എന്ത് പ്രയോജനം അതുകൊണ്ട്? മഹാഭാരതത്തില് ദുര്യോധനൻ എന്ന് പറയുന്നത് അധർമ്മത്തിന്റെ, കലിയുടെ അംശമായിട്ടാണ് അറിയപ്പെടുന്നത്. അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് ദുര്യോധനൻ അറിയപ്പെടുന്നത്. അപ്പോ വാഗ്മിയോ എന്തോ ആയിക്കോട്ടെ, ചിത്തശുദ്ധി ഇല്ല എങ്കിൽ, ഉദ്ദേശശുദ്ധി ഇല്ല എങ്കിൽ, എത്ര എക്സ്പേർട്ട് ഭൗതികമായിട്ടാണെങ്കിൽ കൂടിയും അയാൾക്ക് എന്തില്ല? അയാൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഇനി ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു പാമ്പ്. ആ പാമ്പിന്റെ മേലെ തിളങ്ങുന്ന മണി ഉണ്ടാവും. എന്താണ് പറയുന്നത്? മണിനാം ഭൂഷണ സർപ്പഹ. എന്താ പറഞ്ഞത്? മണിനാം ഭൂഷണ സർപ്പഹ കിം അശോന ഭയങ്കര. നമ്മൾ എന്ത് ചെയ്യും? ആ പാമ്പിന്റെ മേലെ നല്ല ഭംഗിയുള്ള ഒരു മണിയുണ്ട്. ആ മണി ആരെ അട്രാക്ട് ചെയ്യും? പാമ്പിന് ഭൂഷണമാണ് മണി. പക്ഷെ ഈ മണി അട്രാക്റ്റഡ് ആയി പോയി നമ്മൾ അതിൻ്റെ അകത്ത് പോയി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ഭയങ്കര അവസ്ഥയായിരിക്കും അല്ലേ? നമ്മൾ എന്തിലേക്കാണ് ചെന്ന് ചാടുന്നത്? നമ്മൾ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്.
അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വളരെ ആസുരിക സ്വഭാവമുള്ള വ്യക്തികൾക്ക് ഒരുപാട് നല്ലോണം സംസാരിക്കാനും എല്ലാരെയും പറഞ്ഞു മയക്കാനും ഒക്കെയുള്ള കഴിവുകൾ ഉണ്ടാകും. നമ്മള് അറിയാതെ ആ ഗുണങ്ങളൊക്കെ കണ്ടിട്ട് അവരെ വിശ്വസിക്കും. അവരോടുള്ള സംസർഗം തുടരും. അങ്ങനെ തുടർന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ 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 ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് പറയുന്ന പോലെ ആസുര സ്വഭാവമുള്ളവരുടെ സംസർഗത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംസർഗത്തിന്റെ ദൂഷ്യം നമുക്കും കിട്ടും. കർണനും ദുര്യോധനനും പോലെ. കർണൻ വളരെ സാത്വികനൊക്കെ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്, ദാനശീലനാണ്, അതാണ് ഇതാണ്, ഭയങ്കര നല്ല വ്യക്തി തന്നെയാണ്. പക്ഷെ ആരോടായിരുന്നു സംസർഗം? ദുര്യോധനനോടും ശകുനിയോടും ഒക്കെ ആയിരുന്നു. അപ്പോ ഈ ചിത്തശുദ്ധി ഇല്ലാത്ത, ഉദ്ദേശശുദ്ധി ഇല്ലാത്ത വ്യക്തികൾ അവര് ഭയങ്കര വാഗ്മികളൊക്കെ ആയിരിക്കാം. ദുര്യോധനനാണെങ്കിൽ കംസന് അല്ല സോറി കർണന് രാജ്യം കൊടുക്കുന്നു, ഫ്രണ്ട് ആക്കുന്നു, എല്ലാത്തിലും പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുന്നു, ഒക്കെ ചെയ്യും. ഭയങ്കര ചാതുര്യത്തോടു കൂടി പ്രവർത്തിക്കും. എന്താ ഉദ്ദേശം? അർജുനനെ കിഴപിടിക്കുന്ന തരത്തിലുള്ള ഒരു യോദ്ധാവാണ് കർണൻ. അയാൾ എനിക്ക് ഉപയോഗപ്പെടും. ആദ്യമായിട്ട് ദുര്യോധനൻ കൂടെ കൂട്ടിയത് അതുകൊണ്ടാണ്. അർജുനനെ കിടപിടിക്കാൻ വേണ്ടിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നെങ്കിൽ അത് എന്ത് വേണം? അത് എന്റെ പക്ഷത്ത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ദുര്യോധനൻ പോയി. അല്ലാതെ ദുര്യോധനൻ എന്ത് കർണന്റെ അടുത്ത് എന്ത് വാത്സല്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്? പക്ഷേ കർണൻ എന്ത് ചെയ്തു? കർണൻ പാണ്ഡവരിൽ ഒരുവനായി. എന്താണ്, ഈവൻ കുന്തി മാതായും ഭഗവാനും പോയി പറഞ്ഞിട്ടും കർണൻ എന്ത് ചെയ്തില്ല? കർണൻ ആ സംസർഗത്തിൽ നിന്ന് മാറിയില്ല. അവസാനം എന്ത് സംഭവിച്ചു? കർണന് അതിൻ്റെതായിട്ടുള്ള ചീത്തപ്പേരും കിട്ടി. എന്താണ്? ദുര്യോധനന്റെ കൂട്ടുകാരൻ എന്നുള്ള ചീത്തപ്പേരും കിട്ടി. അതേപോലെ തന്നെ നമുക്കും ഈ പ്രകാരം നമ്മുടെ ചുറ്റിനും ഒരുപാട് വ്യക്തികൾ ഉണ്ടാകും. സംസാരിക്കുന്നതിൽ വാഗ്മികളായിരിക്കും, പ്രവർത്തിക്കുന്നതിലും അതേപോലെ ഭയങ്കര പ്ലീസിങ് ആയിരിക്കും. പക്ഷെ ഉദ്ദേശശുദ്ധിയും ചിത്തശുദ്ധിയും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോ എന്തായിരിക്കണം? നമ്മൾ ജാഗരൂകരായിരിക്കണം. വെറുതെ പോയി വീഴരുത്. എല്ലാവരും സംസാരിക്കുന്നതും എല്ലാവരും എന്താണ് പിന്നെ പ്രവർത്തിക്കുന്നതും ഒക്കെ ഉപരിതലത്തിൽ നിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യരുത്? നമ്മള് ചതിക്കപ്പെടരുത്. ഈവൻ ആധ്യാത്മികതയിൽ പോലും ചതിക്കപ്പെടരുത്. നല്ല ഒരു സ്പീച്ച്, ആധ്യാത്മികമായിട്ട് എന്താണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഉദാഹരണങ്ങളിൽ എന്ത് സംഭവിക്കും? നമ്മള് വീണു പോവരുത്. അങ്ങനെ വീണു പോയാൽ നമ്മൾക്ക് എന്താണ് ദുഷ്ടസംസർഗം കൊണ്ടുള്ള പ്രശ്നം വരും. ഉദ്ദേശശുദ്ധിയും സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് കഴിയണം നമ്മൾ. കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? ശബ്ദ ചാപ്പല്യം എന്ന് പറയുന്നത്. അതായത് വളരെ മനോഹരമായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, ശബ്ദ ചാപ്പല്യം എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ പ്രത്യേകമായിട്ടും ജാഗരൂകരായിരിക്കണം. എന്തുകൊണ്ട്? ദുര്യോധനനെ പോലെ സംസാരിക്കുന്നതിന്റെ മേന്മയിൽ എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യരുത്? വിശ്വസിച്ച് വീണു പോകരുത്. ദുര്യോധനന്റെ ചിത്തശുദ്ധിയും എന്തും ഉദ്ദേശശുദ്ധിയും വ്യത്യസ്തമാണ്. മാനിപ്പുലേഷൻ ആണ്, ചൂഷണമാണ്. നമ്മളും അതേപോലെ എന്തായി മാറരുത്? കർണനെ പോലെ ആ ഒരു ചൂഷണത്തില് പോയി വീഴരുത് എന്നാണ് നമ്മൾക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് 3 കാര്യം പഠിച്ചു. ഒന്ന്, പ്രൊട്ടക്ടർ ഓൾസോ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. 2, മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആള് ഒരു പ്രധാന വ്യക്തിയെ കണ്ടതേയില്ല. ആര്? ദുര്യോധനൻ കൃഷ്ണനെ ശ്രദ്ധിച്ചതേയില്ല. പക്ഷേ ആ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള, യുദ്ധത്തിന്റെ ടേൺ ഓവറിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള റോൾ ആരുടെയായിരുന്നു? ഭഗവാന്റെ ആയിരുന്നു. ഇനി 3, ഉദ്ദേശശുദ്ധിയും ചിത്തശുദ്ധിയും ഇല്ലാതെ പുറമേയുള്ള വാഗ്മിയായിട്ടോ ജ്ഞാനിയായിട്ടോ പ്രയോജനമൊന്നുമില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കി വേണം, ജാഗരൂകരായിട്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് വീഴ്ച സംഭവിക്കും. ഓക്കെ, ഈ ഒരു 5 മിനിറ്റ് ഞാൻ എക്സ്ട്രാ എടുത്തു. 7:45 വരെ ആയിരുന്നു, 7:50 വരെയാണ് ഞാനിപ്പോ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ഒരുപാട് പേര്, ഇന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു, 21 പേരുണ്ടായിരുന്നു. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഥവാ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും എക്സ്ട്രാ എനിക്കറിയാൻ മേലാത്ത പല കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും അറിയാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. ഈശ്വര്യ മാതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഒന്നുമില്ല മാജി, മാജി എല്ലാം കവർ ചെയ്തു. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെ ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്, എനിക്ക് അറിയാൻ മേലാത്ത ഒരുപാട് പേരുണ്ട്. കഥാമൃത പ്രഭു, കഥാമൃത പ്രഭുവിനൊന്നും പറയാനില്ലേ? ഓ പ്രഭു വണ്ടി ഓടിക്കുകയാണെന്ന് തോന്നുന്നു മാജി. ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നുണ്ടാവും. നന്ദി മാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്, എന്നാൽ മാജിയുടെ ക്ലാസ് ഞാൻ കേട്ടു, ഗംഭീരമായിരുന്നു. ഇല്ല, വളരെ പ്രഭുവിന് സന്തോഷം ഇതിനകത്ത് മാജി. കോൺട്രിബ്യൂട്ട് പ്രഭുവിന് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് കണ്ടുപിടിക്കാനുണ്ട് മാജി. മാജിയുടെ അടുത്ത ക്ലാസ്സിൽ ഞാനും കൂടെ ചേരും. ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ ഓൺ ദ വേ ആണ്. നന്ദി മാജി, ഗംഭീരമായ ക്ലാസ്സിന് ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു. താങ്ക് യു. ഹരേ എനിക്ക് കൃഷ്ണ ഓരോ മാജി. ശ്ലോകങ്ങൾ ഇതുപോലെ തരുന്നത് കൊണ്ടാണ്, ഐശ്വര്യ മാതാജിയും പ്രഭു ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ തരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നത് തന്നെ. ഇതിൽ പലതും ഞാൻ ഇപ്പോഴാണ് വായിക്കുന്നത് തന്നെ, സത്യമായിട്ട്. ഭയങ്കര റിസർച്ച് വർക്ക് ഹരേ നടത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് കുറച്ചും കൂടെ ആഴത്തിൽ ഇതിനെ, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ് എടുക്കാനുള്ള അവസരം കൊടുത്തിട്ട് പലരും ഡീപ്പായിട്ട് വായിക്കുന്നത് ഈ ഒരു ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് വായിക്കും. ആക്ച്വലി ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എന്ന് പറയുന്നത് വേറെ എങ്ങും ശ്രദ്ധിക്കില്ല, നമ്മൾ ഇതിനകത്ത് മാത്രം ശ്രദ്ധിക്കും. അത് ഭയങ്കര നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര നന്ദിയുണ്ട്. താങ്ക് യു മാജി. ഭഗവാന്റെയും ഗുരുമഹാരാജിന്റെയും കൃപ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. പ്രണാം മാജി. ഹരേ കൃഷ്ണ. ശരി. ക്ലോസ് ചെയ്യട്ടെ മാജി. വേറെ ആർക്കും ഒന്നും? ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു മാതാജി, നന്നായി മനസ്സിലായി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. ക്ലാസ് വളരെ നന്നായിരുന്നു മാതാജി, നന്നായി മനസ്സിലായി. എന്തെങ്കിലും സംശയമോ അതുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലും? ഇല്ല മാതാജി, വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോ എങ്ങനെ സംശയം വരണം. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ മാജി. ഹരേ കൃഷ്ണ.